ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഇസ്ലാം വ്യക്തിപരമായ ആരാധനകളിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന ഒരു ദർശനമല്ല. ഒരു വിശ്വാസിയായ മനുഷ്യൻ സ്വന്തം നിലക്ക് ആരാധനകൾ നിർവഹിക്കുകയും നമസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, ഖുർആൻ വായിക്കുക, അങ്ങനെ മാത്രം ചെയ്താൽ അവൻ്റെ ഇസ്ലാം, അവൻ്റെ ദൈവനിയോഗ ദൗത്യം പൂർണ്ണമാകുമോ? തീർച്ചയായിട്ടും പൂർണ്ണമാവുകയില്ല എന്നാണ് നമുക്ക് ഇസ്ലാമിക പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. സാമൂഹിക ഉത്തരവാദിത്വം കൂടി അത്തരമുള്ള ആളുകളിൽ, എല്ലാ മനുഷ്യരിലും ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. വ്യക്തിയെയും സമൂഹത്തെയും, വ്യക്തിയെ മാത്രം നിർമ്മിക്കുക എന്നതല്ല, വ്യക്തിയെയും സമൂഹത്തെയും ഒരുമിച്ച് നിർമ്മിക്കുക എന്നതാണ്. വ്യക്തിയിൽ നിന്ന് ഉമ്മത്തിലേക്ക്, വ്യക്തിയിൽ നിന്ന് സാമൂഹിക ഘടനയിലേക്ക്, സംഘടിത വിശ്വാസ സമൂഹത്തിലേക്ക് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് അവൻ അർഹിക്കുന്ന വിധം സൂക്ഷിക്കണം, ഭയഭക്തി കാണിക്കണം. പിന്നീട് പറയുന്നത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു എന്നാണ്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കുവീൻ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. സൂറത്ത് ആൽ-ഇംറാനിൽ 103-ാമത്തെ സൂക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഈ സൂക്തത്തിൽ 3 കാര്യങ്ങൾ സവിശേഷമായി പറയുന്നു. ഒന്നാമത്തെ പ്രയോഗം ജമീഅൻ എന്നാണ്. അറബി ഭാഷയിൽ ജമീഅൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് എന്നാണ്. ദൈവഭക്തിക്ക് വ്യക്തി ഒറ്റക്ക് എന്നല്ല, എല്ലാവരും ഒന്നിച്ച് കൂട്ടായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. രണ്ടാമത്തേത് പറയുന്നത് ഹബലുല്ലാ, അള്ളാഹുവിൻ്റെ കയർ എന്നാണ്, അള്ളാഹുവിൻ്റെ പാശം. അള്ളാഹുവിൻ്റെ പാശം എന്നത് വിശുദ്ധ ഖുർആൻ, പ്രവാചകചര്യ, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നതാണ്. മൂന്നാമത് പറയുന്നത് തഫറഖു എന്നാണ്, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനമായുള്ള ഈ 3 കാര്യങ്ങൾ, സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു കസീർ ഈ സൂക്തത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കി ഒരുമിച്ച് നിലകൊള്ളുകയും വിഭജനത്തിൻ്റെ എല്ലാ വഴികളും ഒഴിവാക്കണം എന്നതാണ്. അപ്പോൾ സഹകരണം എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ തത്വമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നന്മയിലും ദൈവഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം, ഒരിക്കലും പാപത്തിലും അതിക്രമത്തിലും സഹകരിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് സാമൂഹിക ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നല്ലവരാവുക എന്നല്ല, നിങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് നന്മയിലേക്ക് ഒരുമിച്ച് മുന്നേറണം എന്നതാണ്. ഇതൊരു കേവല ഉപദേശമല്ല, ഒരു സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ദൈവിക തത്വമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഇതിനെ ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നത് നന്മയുടെ എല്ലാ മേഖലകളിലും സഹകരിക്കണം എന്നത് ശരീഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുതത്വമാണ് എന്നതാണ്. ഇതിൽ നിൽക്കുന്നില്ല നല്ല വ്യക്തിയെ ഉണ്ടാക്കുക എന്നല്ല. ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് നല്ല ഓരോ വ്യക്തികൾ ഉണ്ടാവുക എന്ന് മാത്രമല്ല, നല്ല സമൂഹം കൂടിയാകണം എന്നതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്തിൽ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും നല്ല ഉത്തമ സമൂഹമാണ് നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ വേദം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഖൈറു ഉമ്മത്ത്, ഏറ്റവും ഉത്തമമായ സമൂഹം എന്നാണ് പറയുന്നത്, ഏറ്റവും നല്ല വ്യക്തി എന്നല്ല. ഈ ഉമ്മത്തിൻ്റെ മഹത്വത്തിന് ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് നന്മ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തേത് തിന്മയെ തടയുക എന്നതാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങളും വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. സംഘടിതമായ സാമൂഹിക പ്രവർത്തനത്തിലൂടെ മാത്രമേ പൂർണ്ണമായി ഇത് നടപ്പിലാക്കാൻ കഴിയുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം അറിയണം,
ഈ മുസ്ലിം സമാജത്തിൻ്റെ ഉമ്മത്തിൻ്റെ മധ്യമമാർഗ ദൗത്യം എന്ന് പറയുന്നത് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, അങ്ങനെ നാം നിങ്ങളെ ഒരു മധ്യമാർഗമായി മധ്യമ സമുദായമാക്കി സമൂഹമാക്കിയിരിക്കുന്നു, നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളാകേണ്ടതിനാൽ. ഈ സൂക്തം മുസ്ലിം സമാജത്തിൻ്റെ ദൗത്യം വ്യക്തിപരമായി ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമാജം എന്നത് മനുഷ്യരാശിക്ക് നീതിയുടെയും കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സാക്ഷ്യമായി നിലകൊള്ളുന്ന സംഘമായിരിക്കണം എന്ന് അടിസ്ഥാനപരമായി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളോട് പറയുന്നത് വൽതക്കും മിൻകും ഉമ്മത്തുൻ യദൂന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ. ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരു സംഘടിത പ്രബോധക സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇമാം അൽ ജസ്സാസി കാര്യത്തിനെക്കുറിച്ച് പറയുന്നത്, ഈ സൂക്തത്തെ വിശദീകരിച്ച് പറയുന്നത്, നന്മ പ്രചരിപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന സംഘടിത സംവിധാനങ്ങൾ ഈ സമാജത്തിന് അനിവാര്യമാണ് എന്ന് വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയുന്നത് വലാ തനാസൗ വതഫ്ശലു വതദ്ഹബു റീഹുക്കും, നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്, നിങ്ങൾ പരസ്പരം വാഗ്വാദങ്ങളുടെയും തർക്കങ്ങളുടെയും ലോകത്തേക്ക് പോകരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദുർബലരാവുകയും നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ സൂക്തവും സാമൂഹിക ഐക്യവും സംഘടിത സാമൂഹിക ഘടനയും ഇല്ലാതാകുമ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹം ദുർബലമാവുക എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ നമസ്കാരവും സക്കാത്തും പല സ്ഥലത്തും ഒരുമിച്ചാണ് വരുന്നത്. ഇതൊരു വലിയ സന്ദേശമാണ്. നമസ്കാരം എന്ന് പറയുന്നത് പടച്ച തമ്പുരാനുമായുള്ള ഒരു വ്യക്തിയുടെ ഹൃദയപൂർണമായ ബന്ധമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ നേർക്കുനേരെ ബന്ധപ്പെടുന്നതാണ്. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് ഹക്കുള്ള എന്നാണ് അതിന് നാം പറയുക, അള്ളാഹുമായിട്ടുള്ള ബാധ്യത. രണ്ടാമത്തേത് സക്കാത്താണ്, അത് മനുഷ്യരോടുള്ള ഉത്തരവാദിത്തമാണ്. ഹക്കുൽ ഇബാദാണ്, മനുഷ്യരുമായിട്ടുള്ള ഇടപാടാണ്. ഇത് തമ്മിൽ പരസ്പരം വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമസ്കാരം അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നു, ആ ബന്ധിപ്പിക്കുന്ന നമസ്കാരം തന്നെ ജമാഅത്തുമായും ബന്ധിപ്പിക്കുന്നു. പള്ളിയിൽ പോയി നമസ്കരിച്ച് സംഘടിത സാമൂഹിക ഘടനയോടുകൂടി നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സക്കാത്ത് സമൂഹവുമായി ബന്ധിപ്പിക്കുന്നു. നോമ്പ് നമ്മെ ആത്മനിയന്ത്രണമാണ് പഠിപ്പിക്കുന്നത്. ഓരോ ഉപവാസവും ആത്മനിയന്ത്രണത്തെ പഠിപ്പിക്കുന്നുവെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ചിലവഴിക്കൽ എന്ന ഇൻഫാക്ക് എന്ന സാമൂഹിക ഉത്തരവാദിത്തം വളർത്തുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഓരോ വ്യക്തിയെയും ഒറ്റക്കാക്കുക എന്നതല്ല, ഇബാദത്ത് പഠിപ്പിക്കുമ്പോൾ തന്നെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ആരാധനകളും അനുസരണവും ദൈവത്തിനുള്ള അടിമത്വവും പഠിപ്പിക്കുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്വവും നിർദ്ദേശിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഈമാൻ ഉറപ്പിക്കുന്നതോടൊപ്പം, വിശ്വാസം ഉറപ്പിക്കുന്നതോടൊപ്പം ഒരു ഉമ്മത്തിനെ നിർമ്മിക്കുവാനും നമ്മെ വിളിക്കുകയാണ്. ഒരു സാമൂഹിക സംഘാതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോകുമ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, വിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും കരുണയിലും അനുകമ്പയിലും ഒരു ശരീരം പോലെയാണ്. ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരം മുഴുവൻ ഉറക്കമില്ലായ്മയിലും പനിയിലും പങ്കുചേരും. ഇത് മനോഹരമായ ഒരു ഉപമയാണ്. ഇസ്ലാമിൻ്റെ സാമൂഹിക ദർശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചക വചനമാണ്. എനിക്ക് കണ്ണ് ഒരിക്കലും പറയുകയില്ലല്ലോ എൻ്റെ കാലിന് എൻ്റെ വേദനയുമായി എനിക്ക് ബന്ധമില്ല എന്ന്. അങ്ങനെ പറയാൻ കഴിയാത്തതുപോലെ ഒരു അവയവത്തിന് വേദന ബാധിക്കുമ്പോൾ മറ്റൊരവയവത്തിന് എന്നെ അത് ബാധിക്കുന്നില്ല എന്ന് പറയാൻ കഴിയാത്തതുപോലെ ഓരോ സമൂഹത്തിൻ്റെയും വേദനകൾ ഒന്നിച്ച് മനസ്സിലാവുക എന്നതാണ് സാമൂഹിക സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കെട്ടിടം പോലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ വിരലുകൾ കോർത്തുകെട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. അതിൻ്റെ ഓരോ ഭാഗവും മറ്റതിനെ ശക്തിപ്പെടുത്തുന്നു. ഒരു ഇഷ്ടിക എത്ര തന്നെ ശക്തിയുള്ളതായിരുന്നാലും ശരി, അതിനൊറ്റക്കൊരു വീടാകാൻ കഴിയാത്തതുപോലെ ഏറ്റവും ഭക്തനായ ഒരു വ്യക്തിക്കും ഒറ്റക്കൊരു സമൂഹം നിർമ്മിക്കാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യക്തി നന്നായാൽ മാത്രം മതി, സാമൂഹിക സംഘാടനത്തിലോ സാമൂഹിക സംവിധാനത്തിലോ ഞാൻ ഉണ്ടാകേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന പാഠം
ഇൻഡിവിജ്വാലിസത്തിൻ്റെ, വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനത്തിൻ്റെ വലിയ അലയൊലികളിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതും ഇസ്ലാമുമായി ഒരു ബന്ധമില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംഘടിത സാമൂഹിക ഘടന ഉണ്ടാകുമ്പോഴാണ് ആ സംഘടിത സാമൂഹിക ഘടന എന്ന് പറയുന്നത് കഴിവുകളുടെ ഒരു കൂട്ടായ്മ കൂടിയായിട്ട് നാം മനസ്സിലാക്കണം. കാരണം ഒരാൾക്ക് അറിവുണ്ട്, മറ്റൊരാൾക്ക് സമ്പത്തുണ്ട്, വേറൊരാൾക്ക് സമയമുണ്ട്, മറ്റൊരാൾക്ക് നേതൃത്വ പാഠവുമുണ്ട്, വേറൊരാൾക്ക് സേവന മനസ്സുണ്ട്. ഇവയെല്ലാം ഒന്നിക്കുമ്പോഴാണ് അവരുടെ അറിവും സമ്പത്തും സമയവും നേതൃപാഠവും സേവന മനസ്സും എല്ലാ കഴിവുകളും ഒന്നിക്കുമ്പോഴാണ് ഒരു സംഘടിത സാമൂഹിക ഘടന ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് ശേഷം ആദ്യം ചെയ്തത് ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. ആ മസ്ജിദ് കേവലം നമസ്കാര സ്ഥലമായിട്ടല്ല, സമൂഹത്തിൻ്റെ ഹൃദയമായി മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം പിന്നീട് സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന, സാമൂഹിക ഘടനയെ ഭദ്രമാക്കുന്ന നിങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ജമാഅത്തിനോടൊപ്പം നിലകൊള്ളുവീൻ, പിരിഞ്ഞു നിൽക്കുന്നത് ഒഴിവാക്കുവീൻ. പിശാച് ഒറ്റപ്പെട്ടവനോടൊപ്പമാണ്, രണ്ടുപേരിൽ നിന്ന് അവൻ കൂടുതൽ അകലെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൈ ജമാഅത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ സംഘടിത സാമൂഹിക ഘടനയോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഏറ്റവും നല്ല വ്യക്തിയെ മാത്രമായി നിർമ്മിക്കപ്പെടുന്ന ഒരു ഘടനയല്ല, ആ വ്യക്തികളൊക്കെയും കൂടുന്ന നന്മയുടെ മരങ്ങളായി നാം മാറുക എന്നതാണ് വേണ്ടത്. ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളക്കണക്കിന് പ്രശ്നങ്ങളിലൂടെയാണ് വ്യക്തികൾ കടന്നു പോകുന്നത്. അവരുടെ ഉത്കണ്ഠകൾ, അവരുടെ ഡിപ്രഷനിൽ അകപ്പെട്ടു പോയ ആളുകൾ, ഏകാന്തതയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകൾ, റിലേഷൻഷിപ്പിൻ്റെ ഫെയിലിയർ അനുഭവിക്കുന്ന ആളുകൾ, കരിയറിൻ്റെ ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകൾ, ഫൈനാൻഷ്യൽ പ്രഷർ അനുഭവിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെയും ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ് ഓരോരുത്തരും. എൻ്റെ വിഷമം ആരെങ്കിലും ഒന്ന് കേൾക്കുമോ, എനിക്ക് ഒരാശ്വാസം കിട്ടുമോ എന്ന് ഓരോ വ്യക്തിയും തേടുന്നുണ്ട്. ആ ആശ്വാസത്തിൻ്റെ ചാരത്ത് നിൽക്കുവാൻ എപ്പോഴാണ് ഒരു വിശ്വാസി സംഘത്തിന് കഴിയുന്നത് എന്നതാണ്. ഓൺലൈൻ സമൂഹങ്ങളിൽ അപരിചിതരോടാണ് അവർ ഇത് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ഏകാന്തതയിലാണ് പങ്കുവെക്കുന്നത്. പ്രവാചകൻ അങ്ങനെയായിരുന്നില്ലല്ലോ. പ്രവാചകൻ നിയമങ്ങൾ പഠിപ്പിക്കുകയായിരുന്നില്ല, മനുഷ്യരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകനെയാണ് കാണുന്നത്. കരയുന്നവരോടൊപ്പം കരയുന്ന, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, രോഗികളെ സന്ദർശിക്കുന്ന, അനാഥരെ ചേർത്ത് പിടിക്കുന്ന, വിധവകളെ സഹായിക്കുന്ന പ്രവാചകന്റെ മസ്ജിദ് എന്ന് പറയുന്നത് വെറും നമസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നില്ല, മാനസികവും സാമൂഹികവുമായ അഭയകേന്ദ്രമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള യുവസമൂഹത്തിലുള്ള ധാരാളക്കണക്കിന് ആളുകൾ സംഘടിത സാമൂഹിക ഘടനയിലേക്ക് വരാതിരിക്കുമ്പോൾ നാം ചോദിക്കണം, ഒരു യുവാവ് പരാജയപ്പെട്ടാൽ അവൻ ആദ്യം എത്തേണ്ടുന്ന സ്ഥലം എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അവന് കേൾക്കാൻ ആളുകളുണ്ടോ? അവന് മാർഗദർശനം നൽകാനുള്ള മെന്റർമാരുണ്ടോ? അവന് സുരക്ഷിതമായി സംസാരിക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ടോ? അവന് വിധിയെഴുതപ്പെടാതെ സ്വീകരിക്കപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് അതേ എന്നുത്തരം പറയാൻ കഴിയുന്ന സംഘടനകളുണ്ടെങ്കിൽ, അതേ എന്നുത്തരം പറയാൻ കഴിയുന്ന നേതൃത്വമുണ്ടെങ്കിൽ തീർച്ചയായും വ്യക്തികൾ കൂട്ടം തെറ്റിയ ആളുകളായി പോവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവസമൂഹത്തിൻ്റെ സംഘടനാ വിമുഖതയുടെ പിന്നിൽ അനുഭവിച്ച മുറിവുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കേൾക്കപ്പെടാത്ത ശബ്ദങ്ങളാണ്, പങ്കാളിത്തമില്ലാത്ത ഘടനകളാണ്, വിധിയെഴുത്തിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാനും, സംഘടിതമായ സാമൂഹിക ഘടനയില്ലാതെ എൻ്റെ ഇസ്ലാമികമായ വ്യക്തിത്വത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്ന ദാർശനികവും വൈജ്ഞാനികവുമായ പാഠം കൂടി പഠിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ പുതുതലമുറക്ക് പുതിയ കാലത്തെ നോക്കിക്കാണുവാനും പ്രശ്നങ്ങളില്ലാത്ത ഒരു നല്ല അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതിന് പടച്ച തമ്പുരാൻ അനുഗ്രഹം നൽകുമാറാകട്ടെ.